നമ്മുടെ കുട്ടി, നമ്മുടെ മകൾ, നമ്മുടെ മകൻ, ആ കുഞ്ഞു മകളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കിയേ. അതിനേക്കാളും കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയാൽ നമ്മൾ ലേബർ റൂമിന്റെ പുറത്തും ഈ കർട്ടൻ അപ്പുറത്തും മുകളിലും താഴെയുള്ള ഉമ്മമാര് ലേബർ റൂമിന്റെ ഉള്ളിലും. ഒരു പുരുഷനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന സമയം, ബേജാറുള്ള സമയം, ഓൾ അതിന്റെ ഉള്ളിൽ നമ്മൾ പുറത്താണെങ്കിൽ. അപ്പോഴും ഉണ്ടായിട്ടില്ലേ ബേജാറ്? ഇല്ല മനുഷ്യന്മാരെ? ഉണ്ട്. അപ്പം ഉണ്ടായിട്ടുണ്ടല്ലേ. ശരിക്കും ആലോചിക്കുകയാണ്, നമുക്ക് ഇരുന്നാൽ ഇരിപ്പുറക്കൂല, നിന്നാൽ നിപ്പുറക്കൂല, നമ്മളിങ്ങനെ വല്ലാത്തൊരു ഉലാത്തലാണ്. അപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു കുഞ്ഞു കരച്ചിൽ കേൾക്കുന്നത്. ആ കുഞ്ഞു കരച്ചിൽ കേൾക്കുമ്പോ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും. അല്പസമയത്തിന് ശേഷം ഒരു കുഞ്ഞു ടർക്കിയിൽ പുതച്ചുകൊണ്ട് നെയ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നു. ദാ ആയിഷ പ്രസവിച്ചേ, ആമിന പ്രസവിച്ചിട്ടുണ്ടേ, ഖദീജ പ്രസവിച്ചേ, ആൺകുട്ടിയാണേ പെൺകുട്ടിയാണേ? ആളുകളാരാ? നമ്മുടെ ഉമ്മ ഓടിപ്പോകും, ആ കുഞ്ഞുമോളെ നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ തരും. നമ്മളിങ്ങനെ നോക്കും, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ആ കുഞ്ഞു മുഖം കണ്ടിട്ട് എല്ലാവരുടെ കണ്ണുകളും നിറയും, വലിയ സന്തോഷത്തിലാണ്. ഉമ്മമാര് പറയാൻ തുടങ്ങും, ദാ നെറ്റി വല്ലിപ്പാൻ്റെതാണേ, മൂക്ക് അത് ഓളെ കുടുംബത്തെ താലേ, ചെവി അത് എളാപ്പാക്കുള്ളതാണ്, വല്ലിപ്പാക്കുള്ളതാണ്, മറ്റേത് മൂത്താപ്പാക്കുള്ളതാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരിച്ചു കൊടുക്കും കുട്ടീൻ്റെ ഓരോ കോലൊക്കെ. അന്ന് ആരെങ്കിലും ആ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞോ, ഈ കുട്ടി ഭാവിയിലെ കഞ്ചാവിന്റെ ആളായിരിക്കും, ഇവൻ കള്ളിന്റെ ആളായിരിക്കും, ഇവൻ പെണ്ണുകുടിയനായിരിക്കും, ഇവൻ വാപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കാത്ത കുട്ടിയായിരിക്കും, ഇത് ഒളിച്ചോടുന്ന പെൺകുട്ടിയായിരിക്കും എന്നിത്യാദി. ഇന്ന് നമ്മൾ നമ്മുടെ മക്കളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം അന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരും പറയൂല. എല്ലാവരും പറയുന്നത് ദൈവത്തിന്റെ വരദാനം, നല്ല കുട്ടി അല്ലേ? എന്നിട്ട് 10-12 വർഷം നമ്മൾ ആ കുട്ടിയെ എങ്ങനെ പോറ്റുമ്പോഴേക്ക്, ഏറ്റവും നല്ല ജന്മമായ കുഞ്ഞിനെ അള്ളാഹു നമ്മളെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നമ്മളായിട്ടൊരു 10-12-15 കൊല്ലങ്ങൾ വളർത്തുമ്പോഴേക്ക് കുട്ടി ഇങ്ങനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആരെന്നെയാണ് ഉത്തരവാദി? ഇങ്ങോട്ട് പറയപ്പമാരെ, ആരെന്നെയാണ് ഉത്തരവാദി? നമ്മൾ തന്നെയാണ്. വേറെ ആരും തലയിലിടണ്ട. ഒരു കാര്യം തീരുമാനിച്ചോളൂ, എന്റെ കുട്ടി കേടരാൻ കാരണം ഞാൻ തന്നെയാണ്, വേറെ ഒരു മഖ്ലൂക്കുമല്ല. എന്റെ കുട്ടി കേടരാൻ കാരണം ഞാൻ തന്നെയാണ്, വേറെ ഒരാളുമല്ല. മക്കൾ നന്നാവണമെങ്കിൽ അതിൻ്റെതായ ചില ചിട്ടകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തോന്നിയ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബേജാറാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബോധം കൊടുക്കട്ടെ. ശരിക്കും നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ ഓരോ ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ചോളൂ, 14 സ്റ്റേജുകളിലൂടെ നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കണം. ഒരു കുട്ടിക്ക് ശ്രദ്ധ കിട്ടേണ്ടത് 14 ഘട്ടങ്ങളിൽ ഒരു കുട്ടിക്ക് ശ്രദ്ധ കിട്ടണം. മാക്സിമം അവന്റെ 21ാമത്തെ വയസ്സ് വരേക്കും ശ്രദ്ധ കിട്ടണം. ഒരു കുട്ടി നന്നാവണമെങ്കിൽ വാപ്പ വേണോ? ഉപ്പമാരെ വേണോ? ശബ്ദം കൊണ്ട് ഞാൻ കേട്ടില്ല, വണ്ടിയുടെ ശബ്ദം കൊണ്ട്. ഒരു കുട്ടി നന്നാവണമെങ്കിൽ വാപ്പ ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉമ്മമാരെന്ന് പറഞ്ഞു കഴിച്ചിലാണ് സംഗതിയാണ്. കുട്ടീനെ വാപ്പ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇത്. ഇപ്പൊ ഓൽക്കൊരു അടിയാണെങ്കിലും അടുത്ത അടി ഇങ്ങക്കാട്ടോ, ബേജാറാവണ്ട. ഒരു കുട്ടി നന്നാവണമെങ്കിൽ വാപ്പ വേണ്ട, ജന്മം നൽകാൻ വാപ്പ ഉണ്ടായാൽ മതി. ഉമ്മ കുട്ടിയുടെ 7 വർഷമേ വേണ്ടു, അല്ലെ 6 വർഷമേ വേണ്ടു. കുട്ടി നന്നാവണമെങ്കിൽ 6 വർഷമേ വേണ്ടൂന്ന്. പിന്നെ ആരേലൊക്കെ കഫാലത്ത് ഏറ്റെടുക്കാണ്ടായാൽ മതി. വല്ലിപ്പേ, വല്യമ്മ, എളാപ്പേ, മൂത്താപ്പ. 21 വയസ്സ് വരെ ശ്രദ്ധ കിട്ടണം, 14 സ്റ്റേജുകളിലായിട്ട്. ഞാൻ പ്രധാനമായിട്ട് ഇങ്ങനെ പറയാം. 1ാമത്തെ സ്റ്റേജ്, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു പോകാം. 1ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് അതൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ വാപ്പയും ഉമ്മയും ഒരുങ്ങേണ്ട സമയപ്പാ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുങ്ങള്? നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ ഒരു ഉമ്മയും ഉപ്പയും ഒരുങ്ങേണ്ട സമയം എപ്പോഴാണ് എന്ന്? മദ്രസയിലും സ്കൂളിലും ചേർത്തുന്ന സമയം എന്നാണ് ഒരു ഉപ്പാന്റെ അഭിപ്രായം. പിന്നെ എന്തേലും ഒന്ന് പറഞ്ഞ് സഹകരിക്ക്. കല്യാണം കഴിക്കുന്ന സമയത്ത് നിന്നാണ് അവരുടെ അഭിപ്രായം. പിന്നെ അതൊന്നല്ല, വേറൊരു അഭിപ്രായമില്ലേ? ഞാൻ സമയം കളഞ്ഞില്ല, ഞാൻ തന്നെ അങ്ങ് പറയാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾ പ്രായമറിയിക്കുന്ന സമയത്താണ് അവൾ നന്നാവേണ്ടത്.
ഒരു ആണ് അവൻക്ക് പ്രായപൂർത്തിയെത്തുന്ന സമയത്താണ് അവൻ നന്നാവേണ്ടത്. തനിക്കുണ്ടാകുന്ന മക്കൾ നന്നാവണമെങ്കിൽ. ശരിക്കും ശ്രദ്ധിച്ചോളെ, ഒരു വാപ്പയുടെ 23 ക്രോമസോമും ഉമ്മയുടെ 23 ക്രോമസോമും കൂടി 46 ക്രോമസോം കൂടിയതാണ് ഒരു കുട്ടി. നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ്. വാപ്പാന്റെ 23 ഉമ്മാന്റെ 23. ഈ വരുന്ന 23 അവന്റെ ഡോമിനന്റ് ജീനാണ്. നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ കൗമാരപ്രായത്തിൽ വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത്, നമ്മുടെ പ്രീ മാരിറ്റൽ സ്റ്റേജിൽ, വിവാഹപൂർവ സമയത്ത് നമ്മൾ കൂടുതൽ കാണുന്നത്, കൂടുതൽ കേൾക്കുന്നത്, കൂടുതൽ അനുഭവിക്കുന്നത്, കൂടുതൽ പറയുന്നത്, കൂടുതൽ ചിന്തിക്കുന്നത്, കൂടുതൽ പിടിക്കുന്നത്, കൂടുതൽ നടന്നു പോകുന്നത് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ, ഹറാമാണോ ഹലാലാണോ? ഹലാലാണ് എങ്കിൽ നമ്മളിൽ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ജീൻ ഹലാലിന്റെ ജീനാണ്, നല്ല ജീനാണ്, ഗുഡ് ജീനാണ്. അതാണ് നമ്മുടെ ഡോമിനന്റ്. ഈ കൗമാരപ്രായത്തിൽ തെറ്റാണ്, തിന്മയാണ് കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും നോക്കുന്നതും കാണുന്നതും രുചിക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഹറാമാണെങ്കിൽ നമ്മളുടെ ഡോമിനന്റ് ജീൻ മോശപ്പെട്ടതാണെന്ന് അർത്ഥം. ഈ മോശപ്പെട്ട 23 അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് 2 മോശപ്പെട്ടത് കൂട്ടിയിട്ട് 46 ആയാൽ പിന്നെ ആ കുട്ടി കേടുന്നതിന് ആരെ നമ്മൾ ഉത്തരവാദിയാവുക? ചില ചിന്ത തീരാന്ന് മാത്രമേ. ഞാൻ കൂടുതൽ അതിലേക്ക് പോണില്ല. അതിലൊക്കെ അധികം പ്രായമുള്ളവരുള്ളത്. കൗമാരത്തെ ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അതിലേക്ക് വരാം. ചില സൂചന തന്നു മാത്രം. എവിടെ പയച്ചു എന്ന് ഓരോ ഉമ്മയും ഉപ്പയും ചിന്തിക്കണം നല്ലതാണ്. എനിക്ക് എൻ്റെ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം എനിക്കോ എൻ്റെ ഭാര്യക്കോ എൻ്റെ കുടുംബത്തിനോ എവിടെയെങ്കിലും പയച്ചിട്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി പറയണം. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത്, നമ്മളൊരു സ്റ്റേജ് മക്കളുടെ ജനനവുമായി, മക്കളുടെ ജനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇന്ന് കേരളത്തിൽ 3 രൂപത്തിൽ മക്കൾ ജനിച്ചു വരുന്നു. 3 രൂപത്തിൽ. ഒന്ന്, വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉണ്ടായ കുട്ടി. രണ്ടാമത്തത്, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ കുട്ടി. മൂന്നാമത്തത്, ഉണ്ടായിട്ട് കുടുങ്ങിയ കുട്ടി. ഞാൻ ഇങ്ങനെ പറയാം. ഒന്നാമത്തത്, എന്തായാലും കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസമായി കഴിഞ്ഞാൽ ഇതാ ആ കർട്ടന്റെ ബാക്കിലുള്ള ഉമ്മമാര് ആ മകളോട് ചോദിക്കാൻ തുടങ്ങും, എടി ഓൻ ഇവിടെ ഇല്ലേ, ഓൻ വരലൊന്നുമില്ലേ, എന്തപ്പത് വിശേഷമൊന്നും ഇല്ലാത്തത്, നിങ്ങൾക്ക് തരണില്ല ആണുങ്ങളെ ചോദിച്ചിട്ട് അടങ്ങാറാക്കും ആ ബാക്കിലിരിക്കുന്ന ടീം. നമുക്കൊക്കെ ഒരു ആഗ്രഹമാണ് തുടക്കത്തിൽ ഒരു കുഞ്ഞിക്കാലുണ്ടാവണം. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും, അള്ളാഹുവോട് ദുആ ചെയ്യും. അങ്ങനെ അള്ളാഹു നല്ലൊരു കുഞ്ഞിനെ തരും. അൽഹംദുലില്ലാ, ഉണ്ട് എന്നറിഞ്ഞപ്പോ അൽഹംദുലില്ലാ, സന്തോഷം. ഇതാണ് ഒന്നാമത്തെ കുട്ടി. രണ്ടാമത്തെ കുട്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, നടക്കേണ്ടതൊക്കെ നടക്കും. ഒരു ദിവസം ഓള് നമ്മളോട് പറഞ്ഞു, പിന്നെ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ട്, വയറ്റിന്റെ ഇവിടുന്ന് കടിവയറ്റുന്നൊക്കെ എന്തെല്ലോ ആകുന്നുണ്ട്. എന്താന്ന് പോലിക്ക് തന്നെ പറയാൻ അറിയില്ലല്ലോ, ഒരു ഛർദിക്കാനൊക്കെ ഉള്ള പോലെ. പിന്നെ നിങ്ങൾ ഞങ്ങാടിയിൽ നിന്ന് വരുമ്പോ ആ സാധനം കൊണ്ടുവരണേ. ആ സാധനം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ മൂപ്പര് കൊണ്ടുവരും. രാവിലെ നോക്കും, 2 വര പോസിറ്റീവാണ്, ഉണ്ട്. ഇതിലൂടെ ഒരു സാധനം പോകും, ഒരു കൊള്ളിയാൻ മിന്നണ പോലെ പോകും. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, ഉണ്ടല്ലോ, ഉണ്ടോ, ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ അങ്ങനെയൊക്കെയാണ് നടക്കും. അങ്ങ് എന്ത് കുഴപ്പമില്ലാതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, അങ്ങനെ ആണ് തീരുമാനമായി. അങ്ങനെ എന്ത് ചെയ്തു, ഓക്കെ. ഇതാണ് രണ്ടാമത്തത്. വേണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായതാണ്. എന്നാ മൂന്നാമത്തെ ഒന്നുണ്ട്, ഒരു പെണ്ണ് ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന 2 സമയം. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിച്ച് 1 വർഷമാകുമ്പോഴേക്ക് ചോദിച്ചിട്ടുണ്ട്, എടങ്ങാറാക്കും. അഥവാ ഒന്നുമില്ലെങ്കിൽ